ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പെട്ടെന്നൊരാഗ്രഹം നമ്മൾ കുക്കർ മന്തി കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ആഗ്രഹം വന്നാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ചിക്കനും സാധനങ്ങളും വാങ്ങിക്കാൻ പോകുന്നതാണ്. ഇപ്പോൾ ഉണ്ടുപടച്ച് വീണാണ്, അത് വേറെ കാര്യം. അങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനെ നോട്ട് കിട്ടും ഒരുത്തന് ഇങ്ങനെ വാരാട്ടി വാരാട്ടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ നിന്നൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്കും അവനും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ സാധനം അങ്കും ഒക്കെ വാങ്ങിച്ച് നേരെ വന്ന് കുക്കറിലേക്ക് ചിക്കനും അങ്ങ് വേവിക്കാനിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ അത് വേകുന്ന നേരത്തിന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇട്ട് വെച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ഒരു പൈനാപ്പിളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി നാളായി പൈനാപ്പിളൊക്കെ ഇച്ചിരി മുളകും ഉപ്പും ഒക്കെ ഇട്ട് തിന്നിട്ട്. ഡയറ്റ് നിർത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡയറ്റ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാനുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എല്ലാ ആഹാരങ്ങളും കറക്റ്റായിട്ട് പോകുമായിരുന്നു. ഡയറ്റ് വീണ്ടും തുടരണമെന്ന് തോന്നുന്നു എൻ്റെ കാര്യത്തിൽ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഓടിപ്പോകത്തുള്ളൂ. ആ ഒരു സാധനമൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിലുമൊക്കെ എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിടന്ന്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ഇട്ടാണ്, വലിയ അരിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വലിയ വേവിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും കുക്കറിലേക്ക് എടുത്ത് തട്ടിയിട്ടുണ്ട്. കുക്കർ ചതിക്കുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് സവാള എടുത്ത് പച്ചമുളകൊക്കെ അരിഞ്ഞ് സലാഡിനായിട്ട് അതും തയ്യാറാക്കി. അപ്പോൾ തൈര് സാലഡാണല്ലോ ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത്. അങ്ങനെ അതുമൊക്കെ മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പേടിച്ച പോലൊന്നും ആയില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. പിന്നെ ചൂടോടെ ആസ്വദിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരി വേവ് കൂടിയ അരി നല്ലതാണ്. അങ്ങനെ അതും അച്ചാറും സാലഡും കൂട്ടി ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ അങ്ങനെ ഇങ്ങനെ ആക്കി കളഞ്ഞ് നമ്മുടെ ചിക്കൻ മന്തി ആയിരുന്നു, കുക്കർ മന്തി. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.